ചെറിയൊരു മത്തങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വറുത്ത അരിപ്പൊടിയിൽ നല്ലൊരു അട ഉണ്ടാക്കിയെടുത്താലോ. വൈകുന്നേരം ഒരു 10 മിനിറ്റിനുള്ളിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന ടൈമിൽ ഇതുപോലൊരു അട ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കട്ടെ. അപ്പോൾ മത്തങ്ങ നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ വാട്ടി കുറച്ച് കളയാതെ ഇതുപോലെ ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ചിട്ട് അട ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് കേട്ടോ. സിമ്പിൾ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ കഷ്ണം മത്തങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയൊരു പീസ് കഷ്ണം മത്തങ്ങ മതി കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് എളുപ്പത്തിനായിട്ടോ നുറുക്കിയിടുന്നത്. കുക്കറിൽ നമുക്കൊരു 2-3 വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ 1-2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ഒരു നുള്ളുപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളും ഉപ്പും കൂടെ ഇട്ടിട്ട് വിസിലടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വേവിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇത്തിരി തേങ്ങ ചിരവിയതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, വെള്ളം നിൽക്കുന്ന കുഞ്ഞു ജീരകം, ഒരു 4-5 ഏലക്കായും കൂടെ ചേർത്തിട്ട് ഇതുപോലെ തേങ്ങ ചിരവിൻ്റെ കുറച്ച് കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയതെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു അരക്കട്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അരക്കട്ട് ശർക്കര ഒരു ഏകദേശം ഒരു 3-4 ഗ്ലാസ്സോളം വെള്ളം ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 4 ഗ്ലാസ്സോളം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ശർക്കരയല്ല, അപ്പം ഒന്ന് അരിച്ച് മാറ്റിയെടുത്ത് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ തിരിച്ച് അരിച്ചത് ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ശർക്കര പാനിയിലേക്ക് ഉണ്ടല്ലോ, നമ്മളവിടെ ചിരവി വെച്ചേക്കുന്ന തേങ്ങയും ഏലക്കയും ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഇതുപോലെ ആ ഒരു ശർക്കര പാനിയിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ സ്വാദ് നമ്മുടെ ആ ഒരു ശർക്കര പാനിയിലേക്ക് പിടിക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ, തിളച്ച് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഇതുപോലെ 1-2 സ്പൂണോളം നെയ്യ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വരട്ടി നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. പത്തിരി ഇടിയപ്പം പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയും അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസോളം റവയാണ് എടുത്തേക്കുന്നത്. ആ റവയും കൂടെ നമ്മുടെ ആ പാനിയിലേക്ക് ഇതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് കിള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്നാക്കി ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ വേവിച്ച് ചേരുന്ന മത്തങ്ങ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ ഉടച്ചു കൊടുത്തത് നമ്മളവിടെ കിണ്ടി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു പൊടിയിലേക്ക് കൊട്ടി കൊടുക്കാം. ഇതിൽ മധുരം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒന്ന് വായിൽ വെച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മധുരം ഇനി ഇപ്പോൾ നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടി ഇളക്കി മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഇത്തിരി ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശർക്കരയുടെ ഒരു മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് വാഴയില എടുത്തിട്ട് വാഴയിലയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വാഴയിലയുടെ ഒരു മണം ടേസ്റ്റൊക്കെ നമ്മുടെ ഒരു അടയിലേക്ക് പിടിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരു വാഴയിലയുടേത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 റോളാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയില കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ഒരു ഇത്തിരി എണ്ണയോ നെയ്യോ കൂടെ കൂടിയിട്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ബോൾസ് ആക്കാം കേട്ടോ. ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് ആവിയേറ്റെടുക്കാം. പക്ഷേ ബോൾസ് ആക്കുന്നതിലും എളുപ്പം നമുക്കത് ഇതുപോലെ തന്നെ റോളാക്കിയതിന് ശേഷം വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ട് ആവിയേറ്റെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അരിപ്പ പാത്രത്തിലേക്ക് ഒരു കുറച്ച് വെള്ളം എടുത്ത് 1-2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അരിപ്പ പാത്രം ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഏതാണ് പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ആവിയേറ്റെടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം മതി, ഒരുപാട് നേരത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് അങ്ങോട്ട് ആവി കയറി ഇതുപോലെ അങ്ങ് കിട്ടും കേട്ടോ. നല്ല മണമാണ്, നമ്മുടെ വാഴയിലയുടെ ഒരു മണം ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ അടയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ആ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല പഞ്ഞ് പോലെ നല്ല സോഫ്റ്റ് അടയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ മത്തങ്ങ ഇരിപ്പുണ്ടെങ്കിൽ മത്തങ്ങയൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സിലൊക്കെ പിടിച്ച് കടിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാം ആരെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആരെല്ലാം വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ. ബൈ.